ഇതുവരെ പഠിച്ച എല്ലാ ക്ലാസ്സുകളുടെയും സ്പീക്കിംഗ് പ്രാക്ടീസ് ഏറ്റവും അവസാനവും ആദ്യം നാം ഇതുവരെ പഠിച്ച എല്ലാ ക്ലാസ്സുകളും ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്തു പോവുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഓക്കെ, 15 ഡേയ്സ് ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ 15th ഡേ ക്ലാസ്സാണ് ഇന്ന് നമുക്കുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് SC. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇതുവരെ നാം പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസുകളാണ്. അപ്പോൾ ആ പ്രാക്ടീസുകൾ ഓരോന്നും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ ഒരു 15 ഡേയ്സ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളൊന്ന് നോക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന രീതിയിലാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിക്കും. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് പറയുമ്പം ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരുന്നു, ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് യു അല്ലെങ്കിൽ നീ ആണെങ്കിലും അത് ഇതേ രീതിയിൽ തന്നെയാണ് അല്ലേ. യു സ്റ്റഡി ഇംഗ്ലീഷ്, യു സ്റ്റഡീഡ് ഇംഗ്ലീഷ്, യു വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. എന്നാൽ അത് ഹീയിലേക്ക് വരുമ്പോൾ, ഒരാൾ മാത്രമായി വരുമ്പോൾ എന്തു വരും? അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചു, ഹി സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കും, ഹി വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ അത് പ്ലൂറലായ ദേയിലേക്ക് വരുമ്പോഴോ അതും അങ്ങനെ തന്നെ അല്ലേ. അതായത് ഡസ് മാറി അവിടെ ഡു ഫോം ആവും. അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു, ദേ സ്റ്റഡി ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിച്ചു, ദേ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കും, ദേ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഓക്കെ, എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഐ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ഹി ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും, ദേ ക്യാൻ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം, ഐ ഷാൾ സ്റ്റഡി ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാം, വി ഷാൾ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പോൾ ആ ഒരു 2-3 രീതി പഠിക്കാം എന്നുള്ളത് ഞാനും ഞങ്ങളുമേ പറയുള്ളൂ. അവൻ പഠിക്കാം, അവർ പഠിക്കാം എന്ന് പറയില്ലല്ലോ. നമ്മളൊരു കാര്യം സമ്മതിച്ച് പറയുമ്പം നമ്മൾ സ്വന്തമല്ലേ പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതിലേക്ക് നോക്കൂ. അവിടെ വരുമ്പോഴത്തേന് അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹീ ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം ആം ഈ സാറിൻ്റെ രൂപമായി. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു എന്നാണെങ്കിൽ വി വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, WERE. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഹി വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദേ വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എന്നാൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് വരുമ്പോഴോ അവർ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ദേ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ഐ വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരിക്കും, ഹി വിൽ ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അവിടെ ആം ഈ സാർ പറഞ്ഞു, വാസ് വെയർ പറഞ്ഞു, വിൽ ബി പറഞ്ഞു. ഇനി നോക്കൂ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, വി ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. എന്നാൽ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്ന് വരുമ്പോഴോ ഹി ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, ഷീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അത് ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നതിൻ്റെ പ്രയോഗമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഒരേ പാറ്റേൺ അനുസരിച്ച് പറഞ്ഞ് പഠിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ പഠിക്കുന്ന രീതിയിൽ ഉള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് എൻ്റെ ഓൺലൈൻ പേഴ്സണലായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലുള്ളത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടവരൊക്കെ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടണം. ഒപ്പം തന്നെ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന സ്പീക്കിംഗ് പ്രാക്ടീസ്, ഇന്ന് ഇത്തിരി കൂടുതൽ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അവ സെൻറ്റൻസുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു, വി ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ദേ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പം ഇത് പറയുന്നതിനോടൊപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യരൂപങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് അറിയാത്തവർ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ.
ഇനി നോക്കിക്കോളൂ, ഇനി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പാറ്റേണിൻ്റെ വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഞാൻ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. ഞങ്ങൾ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. എന്നാൽ അവൻ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. എന്നാൽ ഞാൻ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. അവർ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. അവൻ 5 വർഷമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ 5 years. അപ്പം ഈ ഒരു വ്യത്യാസത്തിലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ വേറെയും, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പാസ്റ്റ് ഇൻസിഡൻസ് ഒരേ സമയത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്, അതായത് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് നടന്നു. വെൻ ഐ വാസ് ട്രാവലിംഗ് ആൻ ആക്സിഡൻറ്റ് ഹാപ്പൻഡ്. അതായത് അപ്പോൾ നടക്കുന്ന സംഭവമാണെങ്കിൽ അത് ഡെഡ് വെർബിലും, എന്നാൽ കണ്ടിന്യൂ ആയി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണെങ്കിൽ അത് വാസ് ഓർ വെർ പ്ലസ് INGയിലും പറയണം. അതുപോലെ 2 കാര്യങ്ങൾ മുമ്പും പുറകുമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. വെൻ ഐ റീച്ച് ടു ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കണം. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്കെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിലാണ് ഇതിൻ്റെ എല്ലാ പ്രാക്ടീസുകളും നമ്മൾ ഓരോന്നായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ നിങ്ങൾ നന്നായിട്ട് കറക്റ്റായിട്ട് കാണുക. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് പ്രാക്ടീസിലേക്കൊന്ന് കടക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പ്രത്യേകം ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അത് ചെയ്യുക. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ എല്ലാ ദിവസവും പുസ്തകം വായിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും പുസ്തകം വായിക്കാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ ഇന്നലെ ലെറ്റർ എഴുതി. തേർഡ് ക്വസ്റ്റ്യൻ, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടിങ്, അഭിനയിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവർ അവളെ വിളിക്കാറുണ്ട്. അവർ അവളെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ സ്കൂളിലേക്ക് പോയപ്പോൾ ഒരു കറുത്ത പട്ടിയെ കണ്ടു. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത പട്ടിയെ കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ അമ്മ വന്നിരുന്നു. അതായത് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ വീട്ടിലെത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, അവൾ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത്, അവൻ ഇന്നലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. അടുത്തത്, ഞാൻ 1 മണിക്കൂറായി പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഉൾപ്പെടുത്തിയ പ്രാക്ടീസാണ്. അപ്പോൾ തീർച്ചയായും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്ന് നോക്കുക. നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് നാളെ മുതൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.